ഏത് നബിമാര് വന്നപ്പോഴും ആദ്യം പറഞ്ഞു കൊടുത്തത് തൗഹീദാണ്. ഇനി നബിയൊന്നും അല്ലാത്ത ലുഖ്മാൻ എന്ന് പറയുന്ന മഹാൻ, ആ മഹാനെ സംബന്ധിച്ചുള്ള ഒരു അധ്യായം തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ മക്കളെ വിളിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണ്? ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ തന്റെ മകനോട് വഅള് പറഞ്ഞു കൊടുക്കുകയാണ്. ബാപ്പ മകനോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദേശത്തിലെ പ്രഥമ പാഠം യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ. ആ വിളിയും സ്നേഹപൂർണമാണ്. അപ്പാര് മക്കളോട് ഉപദേശിക്കുമ്പോ സ്നേഹത്തോടെയാ ഉപദേശിക്കേണ്ടത്, സ്നേഹത്തോടെ ഉപദേശിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറഞ്ഞപ്പോഴും ബഹുമാനം വിടാതെയാ സംസാരിച്ചത്. യാ അബത്തി, ആ പ്രയോഗം അങ്ങനെയാണ്, എൻ്റെ പൊന്നുപ്പ എന്നാണ്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ എന്നാണ് ആ പ്രയോഗം. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ. ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. എന്താ കാരണം? ശിർക്ക് കടുത്ത അക്രമമാണ്. അതിനേക്കാണ് അപ്പുറം ഒരു അക്രമം ഇനി വേറല്ല. അതാണ് ഏറ്റവും കടുത്ത അക്രമം. ഏത് പാപങ്ങളുടെയും മുകളിലുള്ള അക്രമം ഏതാണ്? ശിർക്കാണ്. അത് അല്ലാഹു വെറുക്കൂല. നമ്മളും നമ്മുടെ കുടുംബത്തോട് പറയണം, മരണം വരെ പറയണം. മരണ നേരത്തും പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും യഅ്ഖൂബ് അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം അതാണ്. മറന്നു പോകരുതെന്നുള്ളൂ. നമ്മളൊക്കെ കുടുംബ രക്ഷിതാക്കളാണ്, നമ്മൾ മറക്കരുത്. സൂറത്തുൽ ബഖറ അള്ളാഹു പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു. രണ്ട് നബിമാരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅ്ഖൂബൽ മൗത്ത് എന്നതു പറഞ്ഞു. അതിന് മുമ്പേ പറഞ്ഞു വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅ്ഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വവസ്സാ ബിഹാ ഇബ്രാഹീമു, ഇബ്രാഹിം ഇതുകൊണ്ട് ശക്തമായി വസിയത്ത് കൊടുത്തു. ബനീഹി, ആർക്ക്? മക്കൾക്ക്. വയഅ്ഖൂബു, യഅ്ഖൂബും തന്റെ മക്കൾക്ക് ഇതേ ആശയമാണ് ശക്തമായി വസിയത്ത് കൊടുത്തത്. എന്താ കൊടുത്ത വസിയത്ത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കും, മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്ത് തന്ന ദീനിന്റെ പേരാണ് ഇസ്ലാം. അത് നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ വിട്ട് കളിക്കരുത്. അങ്ങനെ തന്നെ നിങ്ങൾ മരിക്കണം. മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇബ്രാഹിം നബിക്കും യഅ്ഖൂബ് നബിക്കും ഒക്കെ അത് പറയേണ്ട ഒരു കാര്യമുണ്ടോ? നമ്മളുടെയൊക്കെ ഒരു വീക്ഷണം നോക്കുകയാണെങ്കിൽ. കാരണം അവരൊക്കെ ആരാ? മഹോന്നതരാണ്. അവർക്കൊക്കെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ പോലും ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു. വിഗ്രഹത്തെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ അകറ്റണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മക്കളെയും എന്നാ പറഞ്ഞത്. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് നീ അകറ്റിത്തരേണമേ. തീർന്നില്ല. കർമ്മപരമായ കാര്യത്തിന് തേടിയപ്പോഴും മക്കളെ ഓർത്തിട്ടുണ്ട്. റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയതീ റബ്ബനാ വതഖബ്ബൽ ദുആ. എൻ്റെ രക്ഷിതാവേ, നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ചേർക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? 5 നേരം നിസ്കാരം ഖളാ ആകാതെ ജമാഅത്തായിട്ട് കൃത്യമായിട്ട് നിലനിർത്താനുള്ള തൗഫീഖ് എനിക്കും എൻ്റെ മക്കൾക്കും തരണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയതീ. തൻ്റെ മക്കൾ എന്നല്ല, തലമുറകളായിട്ട് പേരക്കുട്ടികൾക്കൊക്കെ വേണ്ടി ആ പ്രാർത്ഥനയിലുണ്ട്. ആ ദുർരിയത്ത്, സന്തതി പരമ്പരകളാണ്. അവൻ പ്രാർത്ഥിച്ചിട്ട് ഞാനൊക്കെ നബിയല്ലേ, ഞാനൊക്കെയാണ് ചോദിച്ചാൽ കിട്ടാതിരിക്കുക എന്നുള്ള അഹങ്കാരമൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത വാചകം എന്താ? റബ്ബനാ വതഖബ്ബൽ ദുആ.
അല്ലാഹുവേ നിന്നോട് ഞാനിപ്പോ എന്തൊക്കെ ചോദിച്ചു, തൗഹീദിന്ന് തെറ്റരുതേ, നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പോകരുതേ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നീ സ്വീകരിക്കണം, എന്റെ ദുആ സ്വീകരിക്കുമാണെന്ന്. അല്ലെങ്കിൽ എന്താ കാര്യം? സൂറത്തുൽ ബഖറയിൽ ഇവിടെ അള്ളാഹു പറഞ്ഞതെന്താ? വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ്. തീർന്നില്ല. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യഅഖൂബിന് മരണം ഹാജറായ വേളയിൽ, ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി, അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ചോദിക്കുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദീ. അതാ ചോദിക്കുന്നത്, അതാ അറിയേണ്ടത്. മക്കളെ, ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കാന്നല്ല, നിങ്ങളൊക്കെ സാമ്പത്തികമായി തകർന്നു പോകില്ലേ എൻ്റെ മക്കൾ, അതോർത്ത് കരയേ, അതൊന്നുമല്ല അവസാനത്തെ ചോദ്യം. ബാപ്പാക്ക് സന്തോഷത്തോടെ മരിക്കണം, അതിന് എൻ്റെ മക്കളെടുത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ട മറുപടി ഈ ഒരു ചോദ്യത്തിനാണ്. എന്താ ചോദ്യം? മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാ ആരാധിക്കുക, എന്തിനെ ആരാധിക്കുക? നിങ്ങളെ അഖീദ എന്തായിരിക്കും? നിങ്ങൾ തൗഹീദിൽ ഉണ്ടാവുമോ അതോ ശിർക്കിലേക്ക് പോകുമോ? ഇതാ എനിക്കറിയേണ്ടത്. ബാപ്പ വളർത്തിയ മക്കളാണ് ഒന്നടങ്കം നിൽക്കുന്നത്. ഖാലൂ, അവരൊന്നടങ്കം വിളിച്ചു പറഞ്ഞു ബാപ്പയോട്, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ എന്നിങ്ങനെ അവരെണ്ണി പറയുന്നു. ഇലാഹം വാഹിദാ, നിങ്ങളും വാപ്പാരും ഉപ്പാപ്പാരും ഒക്കെ പരിചയപ്പെടുത്തി തന്ന ഏകനായ അള്ളണ്ടല്ലോ, അതിൽ തന്നെ ഞങ്ങൾ ഉണ്ടാവും, അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വനഹനു ലഹു മുസ്ലിമൂൻ, ആ റബ്ബിന് മുസ്ലിമീങ്ങളായി അവന് കീഴൊതുങ്ങി അവൻ വരച്ച് കാണിച്ചു തന്നിട്ടുള്ള യഥാർത്ഥമായ പാന്താവിൽ നിന്ന് ചലിക്കാതെ ആ സരണിയിൽ ഞങ്ങൾ ഉണ്ടാകുമുപ്പാ. ഔ, എന്തൊരു സന്തോഷത്തിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ പരലോകത്തേക്ക് യാത്രയായത്. നമുക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയുന്നുണ്ടോ? ചോദിച്ചാൽ അങ്ങനെ മറുപടി നമുക്ക് കിട്ടുമോ? ഈ മരിക്കണ നേരത്തെ അങ്ങനെ ചോദിക്കാൻ നമുക്ക് തോന്നുന്നു? ചോദിക്കാനും വേണ്ടൊരു തൗഫീഖ്, ചോദിക്കാനും വേണൊരു തൗഫീഖ്. അവസാന സമയം വരെ ഓർമ്മ ഉണ്ട് എന്നാണ് അർത്ഥം യാക്കൂബ് നബിക്ക്. ഓർമ്മ നശിച്ചിട്ടില്ല. ഓർമ്മ നശിക്കാത്ത വേളയിലും അവസാന ചോദ്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. അത്ര പ്രാധാന്യമുള്ള വിഷയമാണ് തൗഹീദ്. അതിന് തെറ്റിപ്പോയാൽ എല്ലാം പോയി, എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. തൗഹീദ് പോയോ എല്ലാം നശിച്ചു. അതുകൊണ്ടാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ആദ്യം ഒരു ജനതയോട് ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്